ചെറുപ്പത്തിലെ ജയിലിൽ പോയവനാ. അവനിപ്പോ തിരിച്ചു വന്നു. അതെ, അവൻ തന്നെ. നടക്കും. സുഖല്ലേട്ടാ? ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചതിനൊന്നും ഫലം ഉണ്ടാവാതിരുന്നില്ല. എന്തുവാ കൊച്ചേ, അവന് വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി കൊടുക്ക. ഇതുങ്ങളോട് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അകത്തേക്ക് വരുവേട്ടാ. നിങ്ങളുടെ വീട് തന്നെയല്ലേ? ഏട്ടാ ഒരു മിനിറ്റ് അവിടെ തന്നെ നിൽക്കൂ. കണ്ണ് ദോഷം, നാവ് ദോഷം, നാട്ടുകാരുടെ കണ്ണ്, പൊട്ടന്മാരുടെ കണ്ണ് എല്ലാം ഒഴിഞ്ഞു പോട്ടെ. തുപ്പിക്ക ഇതിലേക്ക്. തുപ്പാൻ ഞാൻ ഇതിട്ടിട്ട് വരാവേ. ഇപ്പൊ വരാവേ. ഗുണ നിക്കടാ. ഓടാതെടാ. എന്തൊരു കണ്ണാണെന്നോ. ഏട്ടാ കുളിച്ചിട്ട് വരൂ, ഞാൻ അപ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ഏട്ടാ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് എത്ര വർഷമായല്ലേ? അയ്യോ ഒന്നുമില്ല ഒന്നുമില്ല. ദേ ഇതാ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. നീ കഴിച്ചായിരുന്നോ? ഏട്ടൻ വന്ന സന്തോഷത്തില് എന്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. നിങ്ങൾ കഴിക്ക്. ദേവാ, നിനക്കിപ്പൊ തന്നെ പോണെന്ന് നിർബന്ധാണോ? നീ ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ് ഇവിടെയും ചെയ്യാലോ. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നു? ഒന്ന് പറയേ. ദേവാ, നീ ഞങ്ങൾക്ക് ഒറ്റ മോനല്ലേടാ. നമുക്കുള്ള സ്വത്ത് മാത്രം നോക്കി ജീവിച്ചാ പോരടാ. അമ്മേ, അച്ഛാ, എനിക്കൊരു മാറ്റം വേണം. അതിനു വേണ്ടിയാ പോകുന്നത്. മനസ്സിലാക്കൂ. സാർ, ഞാൻ ചേട്ടനെ കൊണ്ട് വിട്ടിട്ട് വരാം. ദേവാ, ഒന്ന് അകത്തോട്ട് വെക്കേട്ടാ. ആരെങ്കിലും നല്ല ശകുനം വരുന്നു നോക്കട്ടെ. ഇപ്പൊ അകത്ത് പോ. ഞാൻ പറയുമ്പോ വന്നാ മതി. ഇനി വരാമോ? ഒന്നോണ്ട് മിണ്ടാതിരിക്കോ. ഞാൻ പറയുമ്പോ മാത്രം വന്നാ മതി. ഒന്ന് പെട്ടെന്ന് പോയേ വല്യമ്മേ. ഏട്ടാ ഇപ്പൊ വന്നോളൂ. പറയട്ടാ. ഞാൻ പോയി തിരിച്ചു വരുന്നവരെ അച്ഛനെയും അമ്മയും നോക്കിക്കോളാം. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാ മതി. ശരി ഏട്ടാ. ഒന്നിനെയും കുറിച്ചും പേടിക്കണ്ട. പോയിട്ട് എന്തായാലും ഫോൺ ചെയ്യണം കേട്ടോ. ആ ശരി, ഞാൻ വിളിക്കാം. ചേട്ടാ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം പറഞ്ഞോ? അവന്മാര് വന്ന് എന്നോട് ചുമ്മാ വെറുതെ ചോദിച്ചോണ്ടിരിക്കും വഴക്ക്. ഇപ്പൊ ശകനം ഓക്കെയാണോ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. വരൂ. അങ്ങനെയൊന്നും ഇത്ര പ്രധാനപ്പെട്ട വാർത്ത? പ്രധാനപ്പെട്ട വാർത്തയല്ല ഏട്ടാ, വളരെ ആവശ്യമുള്ളൊരു കാര്യ. നിന്റെ മാമൻ വന്നില്ലെങ്കിലോ? എന്റെ വിശ്വാസം തകരില്ല. അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരും. എന്റെ ഏട്ടനെ കൂട്ടിട്ട് വരാൻ സമയം നോക്കേണ്ട ആവശ്യമില്ലേ? ശകലമൊക്കെ നോക്കിട്ട് ഇറങ്ങിയപ്പോ കുറച്ച് താമസിച്ചു. ഇത് ഭഗവാന്റെ കാലിൽ വെച്ചിട്ട് എടുത്തു തരണേ.
തൊഴുത് പ്രാർത്ഥിക്കൂ ഏട്ടാ. വരൂ ഏട്ടാ. ഏട്ടാ വരൂ വരൂ ഏട്ടാ, നോക്കി നിൽക്കാതെ. എന്താ ഇത് പെണ്ണിനെ പോലെ കിടന്ന് നാണിക്കുവാണല്ലോ. ഇരിക്കേട്ടാ. ഷോ ഇരിക്കാൻ ഇങ്ങോട്ട്. എന്താ നോക്കുന്ന? മാല വാങ്ങൂ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആ മാല എന്റെ കഴുത്തിലോട്ടിട്ടേ. എന്താ ഏട്ടാ അത്ഭുതം തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊരു കടമയുണ്ടായിരുന്നു, അത് മറന്നുപോയോ? എന്താ ആലോചിക്കുന്നേ? നല്ല സമയം കഴിയുന്നതിന് മുന്നേ കാതകം കുത്തിക്കോ. അമ്മ, ഇതായിരുന്നു സംഭവം. എന്താണെന്നറിയാതെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും വർഷമായിട്ടും ഞാൻ എൻ്റെ കാത് പോലും കുത്താതിരുന്നത്. ഇങ്ങനെ കാത്തിരുന്ന കഥയൊക്കെ നിർത്തി ആദ്യം അത് കാത് കുത്താൻ നോക്ക്. അതെ ഏട്ടാ. ആ മുത്തശ്ശി, മുത്തശ്ശ, ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവർ രണ്ടുപേരും ആരാന്ന് മനസ്സിലായോ? എന്താ ശാന്തിയമ്മായി, സെൻരാജ് മാമ, സുന്ദരനല്ലേ? ഏടാ നീ ഗുണയല്ലേ? സുഖാണോ മോനെ? നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലിക്ക് പോണെന്ന് നിന്റെ ചേച്ചി എത്ര ആഗ്രഹിച്ചെന്നറിയൂ. പക്ഷെ കാലദോഷം കൊണ്ട് എല്ലാം ഇങ്ങനെയായി പോയല്ലോ. ഇവനെ കണ്ട സന്തോഷത്തില് ഞങ്ങളെ മറന്നു പോവല്ലേ മോളെ? അതെങ്ങനെയാ ഞാൻ മറക്കുക? എന്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞ് എന്നെ വളർത്തിയത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? നോക്കിയോ മോനെ, ഇവളുടെ അപ്പൻ അന്ന് എന്ത് വൃത്തികെട്ടവനായിരുന്നോ ഇന്നും അങ്ങനെ തന്നെയാ. ഇനിയെങ്കിലും നീ ആ കൊച്ചിനെ ഒന്ന് സന്തോഷമായിട്ട് നോക്കണം മോനെ. ഇന്നലെ വരെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ തേനെ കണ്ടപ്പോ ജീവിതത്തിന് ഇനി ഒരു അർത്ഥമുണ്ടെന്ന് മനസ്സിലായി എനിക്ക്. ഇനി മുതൽ എനിക്കെല്ലാം എന്റെ തേനാണ്. മാമ ഇറങ്ങാണ്. അമ്മായി പോയിട്ട് വാ മക്കളെ. എന്തു മുതലാളി, ആൾക്കാരൊക്കെ ഒരുപാട് കുറച്ചല്ല പണിക്ക്. എന്താണോ ചെയ്യുന്നത്? ശമ്പളവും അധികമാ ചോദിക്കുന്നത്. അഡ്വാൻസ് വരെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ബോണസ് വരെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങ് ആളെ കുറച്ച്. മുതലാളി, പാവങ്ങളുടെ മനസ്സ് ഈ മണ്ണ് പോലെ മൃദുലവാ. മുതലാളികളുടെ മനസ്സാണെങ്കിൽ ഈ കല്ല് പോലെ ഉറച്ചതും. എന്താടോ നിന്റെ പൊളിറ്റിക്സ് ഇന്ന് എന്റെ അടുത്താണോ നീ കാണിക്കുന്നത്? എന്റെ മുതലാളി, നിങ്ങളെ പോലെ രാഷ്ട്രീയം കളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ അതിലും വലിയ ആളാ. ഞാനൊരു കൊച്ചു കുട്ടിയല്ലേ മുതലാളി. പാവം പിടിച്ച പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടി ദൈവത്തെ പോലെ ഇരുന്ന് വഴി വെട്ടിക്കൊടുക്കുക. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക. നിങ്ങളാണെങ്കിൽ ഒരു വലിയ വീട് ബംഗ്ലാവ് പോലെ കെട്ടി വെച്ചേക്കുക. അതും പോരാഞ്ഞിട്ട് 3 സെറ്റപ്പ് വേറെയും വെച്ചേക്കുന്നു. നീ നിന്റെ ജോലി നോക്കിട്ട് പോടാ. നീ ഈ നാട്ടിലുള്ളവർക്ക് ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ പൈസ മേടിച്ചേക്കുന്നറിയോ? നീ എന്നിട്ട് വലിയ യോഗിനെ പോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേക്കുന്നോ? ആദ്യം ഈ സ്ഥലത്തൊന്ന് പോകാൻ നോക്ക്. നീ ആരാ? ചേട്ടാ നമസ്കാരം. എന്തെങ്കിലും ഒരു ചെറിയ ജോലി വരികയാണെങ്കിൽ നല്ല വിശ്വാസത്തോടെ ഞാൻ ആ പണി ചെയ്തോളാം. ഒന്ന് പോടോ. ഞാനേ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാനല്ലാതെ കാശ്. ഇതിനിടയ്ക്ക് ജയിലിൽ പോയിട്ട് വന്ന നീ വരെ വന്ന് ജോലി വെക്കുന്നു. ഞാനേ ഈ ജോലിയൊക്കെ എപ്പോഴാ വന്ന് തീർക്കുന്നേന്ന് പറഞ്ഞു നിൽക്കുക. ഇവിടെ ഒരു ജോലിയില്ല. വേറെ എവിടെങ്കിലും ജോലി വല്ലതും ഉണ്ടോ നോക്കി പോ. ഇവിടെ നല്ല മനുഷ്യർക്ക് ജോലി കൊടുക്കുന്നില്ല. നീ ആണെങ്കിൽ ഒരു കൊലകാരനും. നിനക്ക് ജോലി തരാനാ? അല്ലടാ, കൊലയാളിക്കൊക്കെ ജോലി കൊടുത്തോണ്ടല്ലോ നാളേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാ നമ്മളെ തന്നെ വെട്ടിക്കൊന്നിട്ട് പോയിക്കളയവന്മാര്. ഇവന് ജോലി കൊടുക്കുന്നതും കാലനെ വിളിച്ചുകൊണ്ട് വന്ന് സദ്യ കൊടുക്കുന്നതും ഒന്നാ. ഒന്നുമില്ലാത്ത മുതൽ കുത്തിയാലേ അവൻ പറ്റുമെന്ന് അത്രയും താങ്ങി നിൽക്കും. പക്ഷെ അവന്റെ സഹി ഒന്ന് കെട്ടു പോവുകയാണെങ്കിലേ നിങ്ങൾ ശാപം വാങ്ങിക്കൂട്ടും. വന്നേക്കുന്ന ബുദ്ധിയല്ലാണ്ട് വലിയ ജ്ഞാനി ഏതെങ്കിലും പൊട്ടന്മാരുണ്ടാവും. അവനെ പോയി പറ്റിക്ക് പോ. പറ്റാവുന്ന അത്രയും കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ നിർത്തിക്കോ. എനക്ക് ഒരു പണിയില്ലാതെ വന്നോളും രാവിലെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ഗുണ. അധ്വാനിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചേട്ടന്റെ തോപ്പിൽ എനിക്കൊരു ജോലി എന്നതെങ്കിൽ വളരെ നന്നായേനെ. ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട്. ശരിയാ, തേങ്ങയൊക്കെ പൊതിക്ക്. ശരി ചേട്ടാ, ഇപ്പൊ തന്നെ ചെയ്യാം.
എടാ മോനെ സൂക്ഷിച്ച് കൈക്കൊന്നും പറ്റാണ്ട് നോക്കിയോ പതിയെ ചെയ്യ് ഇവനോ അയ്യോ, എന്താ വെയില് മോലാളി നിങ്ങൾക്ക് വേണ്ടി സൊസൈറ്റിന്ന് വാങ്ങിയിട്ടില്ലായിരുന്ന ഒരു കട അതിന്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് ആ മാനേജറെ പറഞ്ഞ് നിങ്ങളുടെ കടയുടെ ജപ്തി ഒഴിവാക്കിട്ട് വന്നേക്കാ മോലാളി. അയ്യോ, എന്താ വെയില് നാക്കെല്ലാം വരണ്ടടക്കാണല്ലോ. എടോ ഞാൻ കെട്ടേണ്ട പൈസ ഒക്കെ പോയി ഞാൻ കെട്ടിട്ട് വന്നു താനൊന്ന് വാ അടച്ചിരിക്കും കുറച്ചു നേരം. എന്തോന്ന് ആരോട് ചോദിച്ചിട്ട് അടച്ചേ? നീ എന്തിനാ സൗണ്ട് എടുക്കുന്നത് എനിക്ക് മനസ്സിലായി. നിനക്ക് 2 ഇളനീര് കുടിക്കാൻ വേണം അതല്ലേ? ഇത് മനസ്സിലാക്കാൻ എത്ര സമയം? ഗുണ 2 ഇളനീര് വെട്ടിക്കൊടു ഇവനെ. എന്താ മുതലാളി പുതിയ അപ്പോയിന്റ്മെന്റാ? പണി അന്വേഷിച്ചു വന്നതാ ഇവിടെ. കാണാനാണെങ്കിൽ പാവത്താനെ പോലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പണി ഇട്ട് കൊടുത്തത്. മോനെ അതാ വരുന്ന ചേട്ടാ. എന്ത് ഉത്സാഹത്തോടെ ജോലി നോക്കുന്നേ. കഴിക്ക്. നന്നായിട്ടുണ്ടല്ലേ? മലയാളി അപ്പൊ പോട്ടെ. പൊക്കോ ഇനി മുതൽ നിങ്ങളുടെ തോപ്പില് കൊലയായിട്ട് വീഴും. എന്തുവാടാ നീ പറയുന്നേ? എന്താ മുതലാളി, ഒരു കൊലകാരന് ജോലി കൊടുത്താ അവനോട് സൂക്ഷിച്ച് സംസാരിക്ക്. കരിക്ക് വെട്ടും പോലെ കഴുത്ത് വെട്ടിക്കളയോ. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളത്ര തട്ടിക്കളയും. പോട്ടെ മോനെ ഒന്നിങ്ങി വന്നേ. വരുന്ന ചേട്ടാ. ആ കത്തി ഒന്ന് തന്നെ. ഇന്ന് ദിവസം അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞയക്കാം, നീ പൊക്കോ. ചേട്ടാ ഞാൻ ഇന്നല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ പൊക്കോ. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ നിന്നെ. ഓ മോനെ എനിക്ക് പെണ്ണുമ്പിള്ളും പിള്ളേരും ഉണ്ട്. മനസ്സിലാക്കടാ, നീ ഒന്ന് പൊക്കേ. എന്തിനാ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നേ? വാ തണൽ തെങ്ങാനും പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. താനൊന്ന് അങ്ങോട്ട് നോക്കിയേ. ഈ വയസ്സാം കാലത്തും ആരെയും ആശ്രയിച്ച് ജീവിക്കാതിരിക്കാനാ അങ്ങനെ ആ നട്ട വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ നിനക്ക് റെസ്റ്റ് വേണം അല്ലേ? സർക്കാരേ നമുക്ക് 100 ദിവസം ജോലി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതേ എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ നന്നാവാനും നാട് നന്നാവാനും വേണ്ടിയാ. മനസ്സിലായോ? ഞാൻ നിനക്കൊരു നല്ലത് പറഞ്ഞു എന്നാ നീ എനിക്ക് ബുദ്ധി പറഞ്ഞു തരണോ? നല്ലവർക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏട്ടാ നിങ്ങളോട് ആരാ ഇവിടേക്ക് ജോലിക്ക് വരാൻ പറഞ്ഞത്? തേനെ ഒരാണിന് വേണ്ടത് അധ്വാനിച്ചുള്ള ജീവിതമാണ്. ഏട്ടാ നിങ്ങളൊരു സിംഹമാണ്. ആൺസിംഹങ്ങൾ ഒരിക്കലും വേട്ടയാടാൻ പോകാറില്ല. പെൺസിംഹമാണ് വേട്ടയാടുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഞാൻ ജോലി ചെയ്ത് നിങ്ങളെ നോക്കിക്കോളാം. തേനെ ഇത്രയും നാൾ നീ കഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നതിന് ശേഷം ഇനി നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴാൻ പാടില്ല.